ഹായ് മക്കളെ, 8ാം ക്ലാസ് കഴിഞ്ഞു 9ലേക്ക് എത്തി നിൽക്കുകയാണല്ലേ മക്കളെ. എന്തുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ ഒരു പുതിയ തുടക്കം എഴുതിയത്? ശരിക്കും ഇതൊരു പുതിയ തുടക്കം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 8ാം ക്ലാസ് കഴിയുന്ന സമയത്ത് റിസൾട്ട് വരുമ്പോൾ 2.5 ലക്ഷം കുട്ടികളാണ് തോറ്റത്. എന്താണ് ഇതിന് കാരണം? ഇത്രയും കാലം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് മക്കളെ, 20,000 കുട്ടികളല്ല തോറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ 2,000 കുട്ടികളല്ല തോറ്റത്. തോൽക്കുന്ന 2.5 ലക്ഷം കുട്ടികളോളം തോറ്റു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല. ആ സമയത്ത് വലിയ ക്വസ്റ്റ്യനിലൊന്നും പാറ്റേണിൽ അങ്ങനെ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി നിങ്ങൾ വരുന്നത് കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ആ കുട്ടികളോട്, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഈ വർഷം 10th കുട്ടികളോട് ചോദിച്ചാൽ മതി, എടാ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, മക്കൾ എക്സാമിൻ്റെ തലേന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമില്ല. ഓണപ്പരീക്ഷയ്ക്കൊക്കെ നമ്മുടെ പാരൻസ് മീറ്റിങ്ങിന് പാരൻസിൻ്റെ ഇടയിൽ കിടന്ന് നമ്മൾ വേർക്കും, ഉറപ്പാണെന്ന് അവർ പറയും. കാരണം ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയും. പക്ഷേ തുടക്കം മുതൽ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇത് യാതൊരുവിധ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മക്കളെ, നിങ്ങളോട് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജയിച്ചു പോവാമെന്നോ അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങാമെന്നോ ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇപ്രാവശ്യക്കാർ തോറ്റവരെ തന്നെ വീണ്ടും നമ്മൾ എക്സാമൊക്കെ എഴുതിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അതൊക്കെ ചിലപ്പോൾ മാറില്ല എന്ന് ആര് കണ്ട്, ചിലപ്പോൾ തോറ്റവർ ആ ക്ലാസ്സിൽ തന്നെ ഒന്നും കൂടി ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറയും. ഒന്ന് ആലോചിച്ച് നോക്കടാ, നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് 10ലേക്കൊക്കെ ആവേണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾ ഈ തോറ്റ് 9ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ശരിക്കൊരു സത്യാവസ്ഥ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ കൂടെ ഇപ്പം തന്നെ കൂടിക്കും മക്കൾ. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. പിന്നെ അതന്നെ ഞാൻ പറയുന്നത്, ആ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഒരിക്കലും ഒരു വെല്ലുവിളികളാവില്ല. നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതുമായ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അത് ഒരൊറ്റ വെല്ലുവിളി തന്നെയാണ്. ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേണാണ്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണാണ് മക്കളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിങ്ങനെ ടൈറ്റാക്കി കൊണ്ടുവരുള്ളൂ. ഒരിക്കലും അത് ലൂസാക്കി കൊണ്ടല്ല കുട്ടികളെ ടൈറ്റാക്കി. കാരണം വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഓരോ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, കുട്ടികൾക്ക് വെറുതെ A+ കൊടുക്കണ്ട, കുട്ടികൾക്ക് വെറുതെ ജയിപ്പിച്ചു വിടണ്ട. കൃത്യമായിട്ട്, അതായത് നിങ്ങളെ വെറുതെ തോൽപ്പിക്കുന്നില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ നിങ്ങൾ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തരും. അങ്ങനെ പഠിച്ചു പോയിട്ടേ കാര്യമുള്ളൂ. വെറുതെ A+കളും ഫുൾ മാർക്കുകളൊക്കെ കിട്ടി നിങ്ങൾ പോയിട്ട് നിങ്ങൾ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അതിനൊറ്റ കാരണം ഇത് തന്നെയായിരുന്നു. കാരണം സബ്ജക്റ്റിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആക്കാനും ഏറ്റവും അടിപൊളി മാർക്ക് വാങ്ങിയിട്ട് 9ാം ക്ലാസ്സിൽ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പാരൻസ് വന്നിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരിയും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് വരാനുണ്ട്. ആ നിമിഷത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ കൂടെ കൂടിക്കോ. നിങ്ങൾക്കെങ്ങാനും നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോ. ഇപ്പം തന്നെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് എന്തായിരിക്കും, ഏത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ മാറിയ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നത്. മാറിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമ്മുടെ ആപ്പിലുള്ളത്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു വർഷത്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഓരോ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത്, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്, നമ്മളെ കൂടെ കൂടിക്കും. നമ്മൾ ഈ ഒരു വർഷം ഒരു ജേണി ആയിട്ട് കാണാം. അതായത് നമ്മളൊരു വർഷം നമ്മൾ എവിടേക്കെങ്കിലും പോകണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ടൂറ് പോകാമെന്ന് വിചാരിക്കും. ഊട്ടിയോ മൈസൂറോ കൊടൈക്കനാലോ എവിടേക്കെങ്കിലും ഒരു ടൂറ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിരിക്കും. അന്നത്തെ രാവിലത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. രാവിലെ അല്ലെങ്കിൽ രാത്രിയാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ ആ ബസ്സിൽ കയറുമ്പോൾ അവിടെ എത്തുന്നത് വരെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും. ആരെങ്കിലും ദുഃഖിച്ചുകൊണ്ട് ടൂറ് പോയ ദിവസങ്ങളുണ്ട്? ഇല്ല. ടൂർ എന്ന് പറയുന്നത് ഏത് പഠിക്കുന്നവനാവട്ടെ പഠിക്കാത്തവനാവട്ടെ എങ്ങനെയുള്ളവനാവട്ടെ അവനെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. അതേപോലെ നമ്മളെന്തായിരിക്കും, ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ജേണി, 9ാം ക്ലാസ് എന്നുള്ള ജേണി നമ്മൾ ടൂർ പോവാണ്. ഊട്ടിയിലേക്കോ മൈസൂരിലേക്കോ കാശ്മീരിലേക്കോ എവിടേക്കാണ് നിങ്ങൾ തീരുമാനിച്ചോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ പിന്നാലെ ഓടി വന്ന് കയറാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾ ഈ ബസ്സിൽ കയറിക്കോ. ഈ ബസ് എന്ന് പറയുന്നത് കിടിലൻ ബസ്സാണ്. നല്ലൊരു യാത്രയാവട്ടെ. ഹാപ്പി ആയിരിക്കുക, അടിപൊളിയായിരിക്കുക. താങ്ക് യു. ബൈ.